ഞാൻ സങ്കീർത്തനം ഇരുന്നപ്പോഴൊരു ചേട്ടൻ അവിടെ വന്ന് ഇടവക്കാർ ഊട്ടുതിരുന്നാൾ ഇവിടെ ആരെ തുടങ്ങിയെന്ന് ചോദിച്ചു. അപ്പോൾ ആൾ പറഞ്ഞു, ഞാനും വികാരിച്ചിന് ഒരേ ദിവസം അച്ഛൻ ഇവിടെ വന്നത് എനിക്കറിയില്ല എന്ന് പറഞ്ഞു. ഇവിടെ ഊട്ടുതിരുന്നാൾ തുടങ്ങിയിട്ട് എത്ര വർഷമായി? ആർക്കെങ്കിലും അറിയോ? 10, 15, എത്ര വർഷങ്ങളായിക്കോട്ടെ, ഞാൻ ഉത്തരം വേറെ പറയാൻ പോവാ. കർത്താവ് തുടങ്ങിയതാ ഊട്ടുതിരുന്നാൾ. ഇവിടെ ഇപ്പോൾ വന്ന വികാരിച്ചൻ തുടങ്ങിയതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വികാരിച്ചനെ വേദനിപ്പിക്കണ്ട. പക്ഷേ ഊട്ടുതിരുന്നാൾ സത്യത്തിൽ തുടങ്ങിയിരിക്കുന്നത് അത് ഈശോയാണ്. വിശുദ്ധ ഗ്രന്ഥത്തിൽ പറയുന്നില്ലേ, 5 അപ്പവും 2 മീനും വർദ്ധിപ്പിച്ച് പന്തികളായിട്ടിരുത്തിയിട്ട് എല്ലാവരും ഭക്ഷിച്ച് തൃപ്തരായി ബാക്കി വന്നത് ശേഖരിച്ച് നോക്കി. അപ്പോൾ എത്രയുണ്ടായിരുന്നു? അതെന്ത് 12 കൊട്ടാന്ന് ഞാനപ്പോൾ വേദപാഠ ക്ലാസ്സിൽ ചോദിച്ചു. കൃത്യം 12 കൊട്ട. ബാക്കി വന്നത് എണ്ണി വെച്ചപ്പോൾ 12 കൊട്ട. അതെന്താ കാരണം? അത് ബാക്കി വന്നിട്ടല്ല, മുന്നേ എടുത്ത് മാറ്റി വെച്ചതായിരുന്നു കമ്മിറ്റിക്കാർ. ഏത് കമ്മിറ്റിക്കാർ? 12 സ്ത്രീകന്മാർ. അവർ ഓരോരുത്തരും ഓരോ കൊട്ടെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കഴിഞ്ഞാലോ എന്ന് വിചാരിച്ചിട്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് ഈ വേദപാഠ ക്ലാസ്സിൽ ചെക്കും പറഞ്ഞതാ. എന്തായാലും ബാക്കി വന്നെന്നാണ് പറയുന്നത്. ഈശോയാണ് ആ ഊട്ടുതിരുന്നാൾ തുടങ്ങിയത്. ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ നമ്മുടെ ഈ കൂട്ടായ്മയുണ്ടല്ലോ, ഇടവക കൂട്ടായ്മയുടെ ഒരു ശൈലിയായിട്ട് മാറേണ്ട കാര്യമാണ് ഊട്ടുതിരുന്നാൾ. അത് ആണ്ടിലൊരിക്കൽ ഈ വിശുദ്ധ അന്തോനീസിനെ അനുസ്മരിച്ചുകൊണ്ട്, ഇടവക മധ്യസ്ഥനായിട്ടുള്ള വിശുദ്ധ അന്തോനീസിനെ അനുസ്മരിച്ചുകൊണ്ട് ഒരു ദിവസം ചെയ്യേണ്ട കാര്യമല്ല, മറിച്ച് ഓരോ ക്രിസ്ത്യാനിയും എല്ലാ ദിവസവും ഊട്ട് കൊടുക്കുന്നവരായിട്ട് മാറുക എന്നുള്ളതാണ് വാസ്തവത്തിൽ ചെയ്യേണ്ടത്. അതാണ് ഈ ഊട്ടുതിരുന്നാളിൻ്റെ ഒരു ചൈതന്യം എന്ന് പറയുന്നത്. ഇന്നത്തെ പത്രം വായിച്ചിട്ടാണ് ഞാൻ വരുന്നത്. ഞായറാഴ്ച ദിവസം എന്നെ സംബന്ധിച്ച് വലിയ ഇഷ്ടമാണ് വയറ് നിറച്ച് പത്രം വായിക്കാം. ഒരു 3-4 പത്രം വരുത്തുന്നുണ്ട്. ദീപികയും മാതൃഭൂമിയും മലയാള മനോരമയും ഒക്കെ കുതിർന്ന് വായിക്കും. ഞായറാഴ്ചയാണ് ഞങ്ങൾ ഈ ആശുപത്രിയിൽ ജോലി ചെയ്യുന്ന ഞങ്ങൾക്കൊരു അവധിയുള്ളത്. ഇപ്പോൾ ടൈം ടേബിൾ അനുസരിച്ച് ഓഫീസിൽ പോകണ്ട. പക്ഷെ ഇന്നത്തെ പത്രത്തിൻ്റെ പ്രധാന ഫ്രണ്ട് പേജിൽ കണ്ടൊരു വാർത്ത എന്നെ സങ്കടപ്പെടുത്തിയിട്ടാണ്. ശരിക്കും സങ്കടമായി. മകൻ അപ്പനെ തന്ത്രത്തിൽ ഉപേക്ഷിച്ച് പോയി എന്നാണ് പറയുന്നത്. ഷൺമുഖനെ, അച്ഛനാണ്, ഹിന്ദുവാണ്. മകൻ ഉപേക്ഷിച്ച് പോയി. 2 പെൺമക്കളും ഒരു മകനും. മകൻ്റെ പേര് അജിത്ത്. അപ്പനെ ഉപേക്ഷിച്ചു പോയി. ഒരു ദിവസമായിട്ടും ഈ അപ്പനെ കാണാണ്ടായപ്പോൾ അയൽപ്പക്കക്കാർ ഇതെന്താ ഇയാളെ കാണാനില്ലല്ലോ എന്ന് വിചാരിച്ചപ്പോഴാണ് വീട്ടിൽ ചെന്നപ്പോൾ ഇയാൾക്ക് എണീക്കാൻ പറ്റാതെ കിടക്കുകയാണ്. നിങ്ങളൊന്ന് പോയി വായിക്കണം ഇന്നത്തെ പത്രത്തിൽ. ഞാൻ ഈ ഊട്ടുതിരുന്നാൾ എന്ന് പറയുമ്പോൾ നമ്മളെല്ലാവരും വീട്ടിൽ ഒരു ബിരിയാണി ചെമ്പിൽ ഒരു എല്ലാ ദിവസവും ബിരിയാണി ഉണ്ടാക്കി എല്ലാവർക്കും കൊടുക്കാമെന്നല്ല ഉദ്ദേശിച്ചത്. വീട്ടിൽ തന്നെയാണ് ഊട്ട് കൊടുക്കേണ്ടത്. അതെന്താണ് ഊട്ട്? സ്നേഹത്തിൻ്റെ ഊട്ട് കൊടുക്കണം. ഈ ഷൺമുഖന്മാരുടെ നമ്പർ കൂടിക്കൊണ്ടിരിക്കുക. ആണ്ടിലൊരിക്കൽ ഇതുപോലെ പള്ളിയിൽ വന്നിട്ട് നമ്മളെല്ലാവരും ഒരുമിച്ചൊരു ഭക്ഷണം കഴിക്കുന്ന ഈ ആചാരാനുഷ്ഠാനം, അതിനപ്പുറത്തേക്ക് നമ്മളൊക്കെ വളരുന്നുണ്ടെങ്കിലാണ് ഇത് വേണ്ട എന്നുള്ളതല്ല, ഇതൊക്കെ വേണം. ഒരു കൂട്ടായ്മയുടെ അനുഭവം നമുക്കിവിടെ ഉണ്ടാകണം. നമ്മളെല്ലാവരും കൂടി ആഞ്ഞു പിടിക്കുന്ന, എല്ലാവരും കൂടി ഒരുമിക്കുന്ന ഒരു ശൈലിയൊക്കെ നല്ലതാണ്. പക്ഷെ ഇതിൻ്റെ ചൈതന്യം, ശരിയായ ചൈതന്യം എന്ന് പറയുന്നത് നമ്മൾ നമ്മുടെ വീട്ടിൽ സ്നേഹത്തിൻ്റെ ഊട്ട് കൊടുക്കുമ്പോൾ, കൊടുക്കേണ്ടത് കൊടുക്കുമ്പോൾ, അപ്പനും അമ്മയ്ക്കും കൊടുക്കേണ്ടത് കൊടുക്കുമ്പോൾ, മക്കൾക്ക് കൊടുക്കേണ്ടത് കൊടുക്കുമ്പോൾ, അവിടെ കൂട്ടായ്മ ഉണ്ടാകുമ്പോൾ, അവിടെ ഒരുമിക്കുന്ന ഒരവസ്ഥ ഉണ്ടാകുമ്പോൾ, അതാണ് ശരിയായിട്ടുള്ള ക്രൈസ്തവ വിശ്വാസം. നമ്മുടെ ഈ ഊട്ടുതിരുന്നാളൊക്കെ തുടങ്ങിയ സമയത്ത് വലിയൊരു കൂട്ടായ്മയുടെ അനുഭവം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനൊക്കെ ഇരുന്ന പള്ളികളിലൊക്കെ ചെയ്തിട്ടുണ്ട്. ഇവിടെയും ഉണ്ടായിട്ടുണ്ടാവും. എല്ലാവരും കൂടി കത്തിയും കാര്യങ്ങളൊക്കെ ആയിട്ട് വരും, അല്ലേ? വീടുകളിൽ നിന്നൊക്കെ വരും. അവനവൻ്റെ വീടുകളിലുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ശേഖരിക്കും. കായക്കൊലയാണെങ്കിൽ കായക്കൊല കൊണ്ടുവരും, അല്ലേ? ഇനി വെറുതെ ഇലയാണെങ്കിൽ ഇല കൊണ്ടുവരും, ചേമ്പ് കൊണ്ടുവരും, ചേന കൊണ്ടുവരും, മാങ്ങ കൊണ്ടുവരും. എല്ലാവരും കൊണ്ടുവന്നു, അതൊക്കെ അരിയുന്നു, ഒരുമിച്ചിരിക്കുന്നു. ഒരു വലിയ സന്തോഷമാണ്. അപ്പം എല്ലാവരും വർത്തമാനം പറയുന്നു, കണ്ടുമുട്ടുന്നു.
വികാരിച്ചന് അതിനെ ഓടി നടന്ന് അതിൻ്റെ കൂട്ടായ്മ വർദ്ധിപ്പിക്കാനായിട്ട് ഒരു നേതൃത്വം കൊടുക്കുന്നു, ഒരു കോർഡിനേഷൻ നടത്തുന്നു. എന്തോ ഒരു അനുഭവമായിരുന്നു. ഇപ്പം അത് മാറിയിട്ട് നേരെ കാറ്ററിംഗുകാർക്ക് കൊടുത്തു. നമുക്ക് പറ്റും ഇതൊക്കെ, നേരെ ചെയ്യാന്ന് പറഞ്ഞു. കത്തിയില്ല നമ്മുടെ വീട്ടിൽ, ഒക്കെ യന്ത്രങ്ങളായി മാറി. അപ്പോൾ അതിൻ്റെ ചൈതന്യം അവിടെയും പോയി. അങ്ങനെ ആണ്ടിലൊരിക്കൽ ഒരു ഊട്ടിത്തിരുന്നാൾ കൊടുത്ത് നമ്മുടെ വിശ്വാസം അതിൽ ഒതുക്കുന്നതല്ല, മറിച്ച് ഞാൻ ഈ ഊട്ടിത്തിരുന്നാളിനെ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ പറയാനാണ് വന്നത്. ഇന്നിവിടെ നല്ല ഒന്നാന്തരം ബിരിയാണി നമ്മൾ ഈ കുർബാന കഴിഞ്ഞ് നിങ്ങൾക്കൊക്കെ ലഭിക്കും. എല്ലാവരും ഭംഗിയായിട്ട് കഴിക്കും. ഒന്നാന്തരമായിട്ടുണ്ടെന്ന് പറയും, അഭിനന്ദനം കൊടുക്കും, വികാരിച്ചനും കൊടുക്കും, കമ്മിറ്റിക്കാർക്കും കൊടുക്കും. പക്ഷേ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഈ ഊട്ടിനെ നിങ്ങൾ വീട്ടിലേക്ക് കൊണ്ടുപോകണം. എന്നിട്ട് എന്ത് ചെയ്യണം? അവിടെയാണിത് കൊടുക്കേണ്ടത്. അവിടെ കൊടുക്കേണ്ടത് ബിരിയാണിയല്ല, മറിച്ച് സ്നേഹമാണ്. മിനിമം ഒരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ചിട്ട് അവൻ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം കൂടിയിട്ട് ഒതുക്കിയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. മലയിലെ പ്രസംഗത്തിൽ കർത്താവ് ആ 3 അധ്യായങ്ങളിൽ വിവരിച്ചിരിക്കുന്നു. ഇന്നത്തെ സുവിശേഷത്തിൽ പറയുന്നത് വചനം ഗ്രഹിക്കാൻ തക്കവിധം അവൻ അവരുടെ മനസ്സ് തുറന്നു എന്നാണ് പറയുന്നത് ശിഷ്യന്മാരെ കുറിച്ച്. നമ്മൾ വേറെ എവിടേക്കും പോകണ്ട, ഒരു പുസ്തകവും വായിക്കാൻ പോകണ്ട, ഈ വചനം വായിച്ചാൽ മതി. ഈ വിശുദ്ധൻ്റെ രൂപം ഇരിക്കുന്നത് കണ്ട, അന്തോണിസ്യാളുടെ രൂപം. ഉണ്ണീശോ ഇരിക്കുന്നത് ഏതിലാണെന്നറിയോ നിങ്ങൾക്ക്? ബൈബിളിൻ്റെ ഉള്ളിൽ അല്ലേ? അങ്ങനെയല്ലേ വെച്ചേക്കണത്? അന്തോണിസ്യാളുടെ രൂപം തിരിച്ചറിയാനുള്ള വഴി അനുസരിച്ചാൽ അതാണ്. സാധാരണ എല്ലാ വിശുദ്ധരെ കണ്ടൊക്കെ ഒരുപോലെ ഇരിക്കും. പക്ഷെ അന്തോണിസ്യാളൊന്ന് തിരിച്ചറിയാൻ ഒറ്റ മാർഗമുള്ളൂ. ആ ഉണ്ണീശോ ഇരിക്കുന്നത് എവിടെയാണ്? കയ്യിലല്ല ഇരിക്കുന്നത്. എവിടെ ഇരിക്കുന്നത് അല്ലേ? ബൈബിളിൻ്റെ ഉള്ളിലല്ലേ? ബൈബിളിൻ്റെ ഉള്ളിൽ, ഈ ബൈബിളിൻ്റെ ഉള്ളിലുള്ള കാര്യം അതൊന്ന് മനസ്സിലാക്കാൻ, അത് ഗ്രഹിക്കാൻ തക്ക വിധം അവൻ്റെ മനസ്സ് തുറന്നു എന്നാണ് പറയുന്നത്. അവരുടെ മനസ്സ്, ആരുടെ? ശിഷ്യന്മാരുടെ മനസ്സ് തുറന്നു, കർത്താവ് തുറന്നു. ഈ ബൈബിളിൽ പറയുന്ന ഈ ഒരു ക്രിസ്ത്യാനിയാകുക എന്ന് പറയുന്നതിൻ്റെ ഒരു ചൈതന്യം ഉണ്ടല്ലോ. എന്താ അവൻ ചെയ്യേണ്ടത്? അത് മത്തായിയുടെ സുവിശേഷം 5, 6, 7 അധ്യായങ്ങളിൽ മലയിലെ പ്രസംഗം. നീ ഒരു ക്രിസ്ത്യാനിയാണോ തിരിച്ചറിയാതെ മതി. ഇനി അതിനെ സഭ ഒന്നുകൂടി ഭംഗിയായിട്ടൊന്ന് വിവരിച്ചു തന്നു. എന്താ ചെയ്യേണ്ടത്? ചെയ്യാനുള്ള കാര്യങ്ങളുണ്ട്. വെറുതെ പള്ളിയകത്ത് വന്ന് കൊന്ത ചൊല്ലി കുർബാനയിൽ പങ്കെടുത്ത് അവസാനിപ്പിക്കുന്നതല്ല, ബലിജീവിതം തുടരാനുള്ളതാണ്. അതിനെ സഭ ഈ പറയുന്ന ബൈബിളിലെ ഈ 3 അധ്യായങ്ങളിൽ 5, 6, 7 അധ്യായങ്ങളിലെ കാര്യങ്ങളെല്ലാം കൂട്ടിയിട്ട് വേദപാഠ ക്ലാസ്സിൽ ആദ്യ കുർബാന സ്വീകരണം കഴിഞ്ഞു. അവിടെ കഴിഞ്ഞു. ആ പിള്ളേരെ ആ ദിവസങ്ങളിലൊക്കെ പഠിപ്പിക്കുന്ന കാര്യമാണ് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് 14 ആത്മീയങ്ങളും ശാരീരികങ്ങളും 7 വീതം 14 കാര്യങ്ങൾ പറയുന്നത് ചെയ്താൽ മതി. ആ ചെയ്യുന്ന കാര്യത്തിൽ പെട്ടതാണ് മാതാപിതാക്കളെ ബഹുമാനിക്കുക എന്ന് പറയുന്നത്. ഞാൻ ഈ ഷൺമുഖൻ്റെ കാര്യം പറഞ്ഞല്ലോ, സങ്കടം കൊണ്ട് പറഞ്ഞു പോയത് പെട്ടെന്ന്. അങ്ങനെ വീട്ടിൽ ഊട്ടുകൊടുക്കാൻ, വീട്ടിൽ നമ്മുടെ ഈ ക്രൈസ്തവ ജീവിതം നമുക്ക് നടപ്പിലാക്കാൻ സാധിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ ഈ തിരുനാൾ അർത്ഥവത്തായ തീരുമാനം എടുക്കണം. ഇന്ന് ഇവിടുന്ന് പോയിട്ട് ഈ ഊട്ടി തിരുനാൾ കഴിച്ചു പോയതിന് ശേഷം നമ്മുടെ വീട്ടിലൊരു ഊട്ട് കൊടുക്കണം. അത് എന്നും കൊടുക്കാൻ സാധിക്കണം. ഞാൻ നിർത്തുക, ഒരുപാട് പറയുന്നില്ല. ഒരു തമിഴ് കവിത 4 വരി പാടി അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. വീട് വരെ ഉറവ്, വീതി വരെ മനവി, കാട് വരെ പിള്ളേ, കടസി വരെ ആരെന്ന് ചൊല്ലടാ, ആരെന്ന് ചൊല്ലടാ. തമിഴ് അറിയാവുന്നവരിവിടെ ഉണ്ടല്ലോ അല്ലേ? അർത്ഥത്രയ്ക്കേ ഉള്ളൂ. വീട് വരെ ഉറവ്, വീതി വരെ മനവി, കാട് വരെ പിള്ളൈ, കടസി വരെ ആരെന്ന് പറയാം. വെറുതെ ഒന്ന് ചിന്തിച്ചോ, ഔസേപ്പേട്ടൻ മരിച്ചിരിക്കുക. ഇവിടെയുള്ളതല്ല കേട്ടോ. ഇവിടെയുള്ള ഔസേപ്പേട്ടന്മാർ മരിക്കാൻ സാധ്യതയില്ല എന്ന് പറഞ്ഞ് ആശ്വസിപ്പിക്കാം. ഒരു ഔസേപ്പേട്ടൻ മരിച്ചു എന്ന് വിചാരിക്കുക. പ്രായമായതാണ്, 19 വയസ്സായി. മരിച്ചാൽ വീട്ടിലുണ്ടാവുന്ന കാര്യം എന്താ? അതാണ് ഈ കവിതയിലെ ഒരു ചിന്ത എന്ന് പറയുന്നത്. വീട് വരെ ഉറവ്. ഔസേപ്പേട്ടൻ മരിച്ചു എന്ന് കേട്ടപ്പോൾ ഉറവ് എന്ന് പറയുന്നത് ബന്ധുക്കൾ. അവർ വീട്ടിലേക്ക് വരും, അറിയിപ്പ് കേട്ടിട്ട് വീട്ടിൽ വരുന്നു. ഔസേപ്പേട്ടൻ്റെ ആ മൃതദേഹം അങ്ങനെ വീടിൻ്റെ അകത്തിങ്ങനെ വെച്ചിരിക്കുകയാണ്. ഇപ്പം അതൊക്കെ ഇവൻ്റ് മാനേജ്മെൻറ്റുകാർ ഏറ്റെടുത്ത് കഴിഞ്ഞു. മരിച്ചു എന്ന് കേട്ട് കഴിഞ്ഞാൽ, ഞാൻ ആശുപത്രിയിലാണല്ലോ, അവിടെ ആദ്യം തന്നെ ചെയ്യുന്നത് മരിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേഗം കൊണ്ടുവരും, എന്നിട്ട് തണുപ്പിക്കാൻ വയ്ക്കും. അതെനിക്കൊരു സുഖമില്ലാന്ന്. അപ്പം തന്നെ വീട്ടിലേക്ക് നേരിട്ട് കൊണ്ടുപോകില്ല. നാളെ മതി, ഇന്ന് ഇവിടെ ഇരിക്കുന്നോട്ടെ അച്ഛാ തണുപ്പിക്കാനായിട്ട്. അതിനിപ്പോൾ എത്ര കാശാണെങ്കിലും കുഴപ്പമില്ല, അവിടെ ഇരുന്നോട്ടെ.
ഒന്ന് തണുപ്പിക്കും. പിള്ളേരൊക്കെ അവിടെ ഇവിടെയൊക്കെയാണ്, അതുകൊണ്ടൊക്കെ കൂടിയിട്ടാണ്. എന്തായാലും ഔസേപ്പേട്ടൻ മരിച്ചതേ കിടക്കണം. വീട് വരെ ഉറവ്, ബന്ധുക്കൾ വരികയാണ്. ഇത് കണ്ട് കേട്ട് അവർ വന്നു, ഒന്ന് കൈകൂപ്പി പിടിച്ചു, ഒന്ന് പ്രാർത്ഥിച്ചു. അപ്പോൾ ഈ കിടക്കണ ഔസേപ്പേട്ടൻ്റെ പെങ്ങള്, ഒരു പുന്നാര പെങ്ങള് കെട്ടിച്ച് വിട്ടതാ, 10-70 വയസ്സായിട്ടുണ്ട്. വന്ന വഴിക്ക് അല്ലേ, പണ്ടൊക്കെ നെഞ്ചത്തടിച്ച് കരയുന്നൊരു കരച്ചിലുണ്ട്. ഇപ്പോൾ എല്ലാവരും കരയുന്നുണ്ട്. ഇവിടെയൊക്കെ മരിച്ച വീട്ടുകളിൽ ഇപ്പോൾ എല്ലാവരും കരയുന്നുണ്ടാ. സാധാരണ ഇപ്പോൾ കരച്ചിലൊന്നും കാണാനില്ല, പണ്ടത്തെ കാര്യം ഞാൻ പറയുന്നത്. പക്ഷെ മരിച്ചു. പണ്ട് ചെയ്തിരുന്നത് ഭാര്യ വീതി വരെ ഉണ്ടാവുള്ളൂ, മനവി അവിടം വരെ പോകുള്ളൂ. ആചാരം അനുസരിച്ച്, ഇത് തമിഴ് ആചാരം കൂടിയാണ്. ഇന്നിപ്പം വേഗം ഒരു കാറിൽ ഭാര്യ മുന്നേ എത്തിയിട്ടുണ്ടാവും, അല്ലേ, വീട്ടിൽ പള്ളിയിലെത്തിയിട്ടുണ്ടാവും. ആ കൊണ്ടുപോകുന്ന നേരത്ത് ഭാര്യയുടെ കരച്ചിൽ കേട്ട് അത് ഇന്ന് തന്നെ ഈ ഭാര്യ മരിച്ചു പോകുന്നതായിരിക്കും. പിന്നെയാണ് 7 ദിവസം കഴിയുമ്പോഴേക്കും 7ൻ്റെ കർമ്മങ്ങൾ കഴിഞ്ഞ് വികാരിച്ചന് ആ വഴി കൂടെ നടന്നു പോകുമ്പോൾ എന്നെയും കൂടി കൊണ്ടുപോവച്ചാ എന്ന് പറഞ്ഞ് കരഞ്ഞ ആ ഭാര്യ ത്രേസ്യ അമ്മ അതേ പശുവിൻ്റെ കയറും പിടിച്ച് അവിടെ കിടന്ന് നടക്കുന്നുണ്ടാവും, പോയിണ്ടാവില്ല. അത്രയുള്ളൂ ഔസേപ്പേട്ടാ, അത്രയുള്ളൂ. ഇന്ന് പോയിട്ട് വഴക്കുണ്ടാക്കരുത് കേട്ടാ. വീതി വരെ മനവി, കാട് വരെ പിള്ളേ. മക്കളെവിടം വരെ ഉണ്ടാവും? 4 മക്കളുണ്ടാവും ഔസേപ്പേട്ടന്. 4 തലയ്ക്ക് പിടിച്ചു മൃതദേഹവുമായിട്ട് പള്ളിയിലേക്ക്, സെമിത്തേരിയിലേക്ക് പോകുന്നു. പോവുക, മണിയെ കിട്ടും ഒന്ന് പിടിക്കാനായിട്ട്. നേരെ വണ്ടിയിലേക്ക് എടുത്ത് വയ്ക്കുക, അല്ലേ. താങ്ങാനൊന്നും എന്നെ കൊണ്ട് പറ്റില്ല, അപ്പനായാലും. അവിടം വരെ ഇങ്ങനെ പിടിച്ചുകൊണ്ട് പോകാനായിട്ടുള്ള ഭാരം. പണ്ടത്തെ കാര്യം പറഞ്ഞത്. 4 പേര് കൊണ്ടുപോയി വെച്ചു. ഏതാ ഒരു പിടി മണ്ണൊക്കെ ഇട്ടു, തിരിച്ചു വന്നു. മിക്കവാറും അന്ന് രാത്രി തന്നെ അപ്പൻ എഴുതി വെച്ചേക്കണത്, ഔസേപ്പേട്ട എഴുതി വെച്ചേക്കണത് മക്കൾ നോക്കും. നോക്കിയിട്ട് ഏറ്റക്കുറച്ചിലുണ്ടെങ്കിൽ അന്ന് തന്നെ മുഖം വെറുപ്പ് തുടങ്ങും. 7 കഴിയുമ്പോഴേക്കും യുദ്ധം ആരംഭിച്ചിട്ടുണ്ടാവും സ്വത്തിനെ പ്രതി. കാട് വരെ പിള്ളേ, മക്കളിതാ അവിടം വരെ ഉണ്ടാവുന്ന പറയുന്നത്. കടശി വരെ ആര്, അവസാനം വരെ ആര്, ആരെന്ന് ചൊല്ലടാ. അവസാനം വരെ ആരുണ്ടാവുക? ഈ മരണത്തിന് ശേഷം ഇതുപോലെ ഒന്ന് ഇരിക്കാൻ, ഇതുപോലെ ഒന്ന് ഓർക്കാൻ. ഈ വിശുദ്ധരെന്ന് പറയുന്നത് ഇന്ന് ആ പഴയ നിയമ വായനയ്ക്ക് ശേഷം ഈ ബഹുമാനപ്പെട്ട ആൻസനച്ചനും ഗായക സംഘവും കൂടി പാടിയതാണ്. ശൂറായ കീർത്തനം പാടി അമ്പരമനവരതം. അതിൽ പറഞ്ഞു, വിശുദ്ധ അന്തോനീസ് തന്നെ ഓർമ്മ കൊണ്ടാടാം എന്നല്ല പാടുന്നത്, അങ്ങനെയല്ല പാടുന്നത്. ഇതൊരു ഓർമ്മ ആചരണമാണ്, ഓർക്കാൻ. ഈ മരണത്തിന് ശേഷം എന്നെയും നിങ്ങളും ഒക്കെ ഓർക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? വേറെ ഒരുപാട് പേര് ആഫ്രിക്കയിലുള്ളവർ നമ്മളെ ഓർക്കണം എന്നില്ല. ഔസേപ്പേട്ടനെ മക്കളൊന്ന് ഓർക്കണമെന്നുണ്ടെങ്കിൽ, ഔസേപ്പേട്ടനെ ബന്ധുമിത്രാദികളൊന്ന് ഓർക്കണമെന്നുണ്ടെങ്കിൽ, ഔസേപ്പേട്ടനെ ഈ നാട്ടുകാർ ഓർക്കണമെന്നുണ്ടെങ്കിൽ, ഔസേപ്പേട്ടനെ ഈ ചായ്പാങ്കുഴി ഇടവകക്കാരെന്ന് ഓർക്കണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? കൂടെ പോരും നിൻ ജീവിത ചെയ്തികളും സൽകൃത്യങ്ങൾ ചെയ്യുക നീ അലസത കൂടാതെ. അപ്പോ ഇതുപോലെ ഞാൻ പറഞ്ഞു, വീട്ടിലൊക്കെ ഊട്ടുകൊടുക്കാൻ പരിശ്രമിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഇടവകപ്പള്ളിയിലെ ഊട്ടിന് പകരം വേണം. പക്ഷേ വീട്ടിലെന്നും ഊട്ടുകൊടുക്കുന്ന നല്ലൊരു അപ്പനായിരുന്നു. സ്നേഹം കൊണ്ട് മക്കൾക്ക് എന്നും ഊട്ടുകൊടുത്തിരുന്നു, ഭാര്യയ്ക്ക് ഊട്ടുകൊടുത്തിരുന്നു, ബന്ധുമിത്രാദികളെയൊക്കെ എല്ലാവരെയും സ്നേഹിച്ചിരുന്നു, നാട്ടുകാർക്ക് വേണ്ടപ്പെട്ട മനുഷ്യനായിരുന്നു. ഈ ഇടവകയ്ക്ക് വളരെ പ്രിയങ്കരനായിരുന്നു. ആവുന്ന നന്മകളൊക്കെ ചെയ്തിട്ടുണ്ട്, സൽകൃത്യങ്ങൾ മാത്രമേ അദ്ദേഹം ചെയ്തിട്ടുള്ളൂ. അങ്ങനെയൊക്കെ ജീവിച്ച ഔസേപ്പേട്ടനാണ് എന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഓർമ്മ ഇവിടെ നിലനിൽക്കും. അദ്ദേഹം മരിച്ചാലും ഇവിടെ ഉണ്ടാകും. അതാണ് ഈ തിരുനാൾ ആഘോഷം കൊണ്ട് അർത്ഥമാക്കുന്നത്. നമ്മുടെയൊക്കെ തിരുനാൾ ആഘോഷിക്കാൻ സാധിക്കുന്ന തരത്തിൽ നമ്മളൊന്ന് മാറുക, ഊട്ടുകൊടുക്കുന്നവരായിട്ട് മാറുക. വീട്ടിൽ ഊട്ടുകൊടുക്കുന്നവർ, നാട്ടിൽ ഊട്ടുകൊടുക്കുന്നവരായിട്ട് മാറുക. ഈ ഊട്ടുതിരുനാൾ അങ്ങനെ നമുക്കൊരു പ്രചോദനം നൽകട്ടെ. ഈ ഊട്ടുതിരുനാൾ അങ്ങനെ അർത്ഥവത്താകട്ടെ എന്ന് പ്രാർത്ഥിച്ച് അതിന് അന്തോണീസ് പുണ്യാളൻ്റെ മാതൃക പിന്തുടരാൻ നമുക്ക് സാധിക്കട്ടെ. അന്തോണീസ് പുണ്യാളം വഴി നമുക്ക് അതിനുള്ള കൃപ ലഭിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആമേൻ.